കണ്ണുകൊണ്ട് കാണുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അതിൻ്റെ അപ്പുറത്തുള്ള ചില അറിവുകളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റണം. അപ്പൊ ഈ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെ പറ്റിയും പ്രകാശം ചൊരിയുന്ന സൂര്യനെ പറ്റിയും ഒക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അതിനെ നിയന്ത്രിക്കുന്ന ആ ശക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. വൈകുന്നേര സമയങ്ങളിലൊക്കെ ആകാശത്ത് മനോഹരമായ ശോഭ കാണൂലേ, നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണും. പല നിറത്തിലുള്ള ആകാശത്തിന്റെ ആ ഒരു പടിഞ്ഞാറ് ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ രൂപത്തിൽ ഇങ്ങനെ കാണും. നമ്മളത് കണ്ട് ആസ്വദിക്കാറാണ് പലപ്പോഴും. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കലാകാരനെ, ഒരു കല കാണുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കലാകാരനെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ഈ പ്രകൃതിയിൽ എന്തൊക്കെ ഭംഗികൾ കാണാൻ നമ്മൾ പോവാറുണ്ട്, യാത്ര പോവാറുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള ഭംഗികൾ ആസ്വദിക്കാൻ. പക്ഷെ അത് ആസ്വദിക്കുമ്പോൾ ആ കലാകാരൻ, അതിൻ്റെ പിന്നിലുള്ള കലാകാരനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ആ ഒരു സൃഷ്ടാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് അള്ളാഹു പറയുന്നത്, ചിന്താശക്തിയുള്ള ആളുകൾക്ക്, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഇതിലൊക്കെ വലിയ ചിന്താവിഷയമുണ്ട്, വലിയ ഗുണപാഠമുണ്ട്.